ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വളരെ സന്തോഷവതിയായിട്ടൊന്നുമല്ല വീഡിയോസൊന്നും ചെയ്യണത്. അപ്പം ഞാനൊരു കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ഒരാഴ്ച മേലെ ആയി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലി അങ്ങനത്തെയാണല്ലോ. അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷോർട്ട് ഇട്ടത്. അപ്പോൾ അതൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടു, കുറച്ച് പേര് കണ്ടു. അതിന് മൂന്നാലോ വിരലിൽ എണ്ണുന്ന എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ എന്താണെന്നൊക്കെ കമൻ്റ് ഇട്ട് ചോദിച്ചു. അപ്പം അമ്മ ഇന്നലെ 22-ാം തീയതി ഇന്നലെ രാവിലെ 6:30 6:45 ആയപ്പോഴത്തേനും അമ്മ ഈ ലോകത്തുനിന്ന് പോയി. അപ്പോൾ ഇന്നായിരുന്നു അടക്കം. ഇന്ന് രാവിലെ 10:30 അടക്കം. അമ്മയുടെ ഒരു കൊച്ചുമോള് വിദേശത്തായിരുന്നു. അപ്പോൾ അത് വരാനെ കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി വെച്ച്. അപ്പോൾ ഇന്ന് രാവിലെ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ ഒരു മണിയായപ്പോഴത്തേനും ഞാനിവിടെ ഹോസ്റ്റൽ റൂമിൽ വന്നു. ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ റൂമിലിപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യമേ, നമ്മളെ ഇഷ്ടമല്ലാത്തവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട് ഇല്ലേ? എന്നെ ആയാലും നിങ്ങളെ ആയാലും ഇഷ്ടമല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ ഒരു ഷോർട്ട് ഇട്ടാൽ അത് കാണാനോ അതെന്താണെന്ന് ചോദിക്കാനോ ഒന്നുപോലും അല്ല, ഒരു വീഡിയോസിനകത്ത് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. ആരും അങ്ങനെയിട്ട് ചോദിക്കുന്നുമില്ല. വളരെ വിരലിലെണ്ണാവുന്ന 2-3 പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചിലപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു ക്വാളിറ്റി ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ആൾക്കാർ വീഡിയോസ് വിലയിരുത്തുന്നതും വീഡിയോസ് കാണുന്നതും ഒക്കെ. ഇപ്പം എങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്, അതെനിക്കറിയാം. ഞാൻ വളരെ കുറച്ച് ലൈവുകളാണ് ചെയ്തിട്ടുള്ളത്, വളരെ കുറച്ച്. അപ്പം കുറേ ദിവസമായി ഞാൻ ലൈവൊക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞാൻ ലൈവ് ഇട്ടിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ ലൈവ് ലാസ്റ്റ് ഇട്ടത്, ഓർക്കണില്ല. അപ്പം ലൈവ് ഇട്ടപ്പോൾ എനിക്ക് തോന്നി എന്നെ സ്നേഹിക്കണ കുറച്ച് പേരുണ്ട്, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോസ് എപ്പോഴായാലും കാണും, അവരെന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല. അപ്പം വളരെ കുറച്ച് ദിവസമേ ഞാൻ ആ അമ്മേനെ നോക്കിയിട്ടുള്ളൂ, വളരെ കുറച്ച് ദിവസം. ഞാൻ അവിടെ ചെല്ലുന്നത് 2-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം അല്ല ഈ മാസം 2-ാം തീയതിയാണ്. ഇന്ന് 23 ആയുള്ളൂ. ഇപ്പോൾ 2-ാം തീയതിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് അമ്മമാരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് അമ്മമാർ മോളേന്നും വിളിച്ചിട്ടുണ്ട്, മക്കളേന്നും വിളിച്ചിട്ടുണ്ട്. അത് സ്വയബോധം അല്ലെങ്കിലും സ്വയബോധത്തിലുള്ളവരും വിളിക്കുന്നവരുണ്ട്. അല്ലാത്തവർ ഒരുപാട് അമ്മമാർ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അമ്മമാർ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നീ കുളിപ്പിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തുപ്പിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, വെള്ളം കോരി ദേഹത്തൊഴിച്ച് കുളിപ്പിക്കുമ്പോൾ അവരെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അവർ ആ മഗ് നമ്മളെ നിന്ന് പിടിച്ച് മേടിച്ചിട്ട് നമ്മളെ തിരിച്ച് വെള്ളം കോരി ഒഴിച്ച് തരുന്നു. അതൊക്കെ അവരുടെ ആ സ്വയബോധത്തിലല്ല കേട്ടോ, സ്വയബോധത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാത്ത ബോധമില്ലാത്ത ഓർമ്മയില്ലാത്ത അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, തുപ്പിയിട്ടുണ്ട്, എന്നെ തുപ്പിയിട്ടുണ്ട്, പിന്നെ വെള്ളം ദേഹത്തൊഴിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, അപവാദം പറഞ്ഞിട്ടുണ്ട്. ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇപ്പോൾ ആരെങ്കിലും വിളിക്കുമോ, നമ്മൾ അവരെ മുമ്പിൽ വെച്ച് ഫോണിൽ സംസാരിക്കുകയോ വല്ലതും ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ
അവർ മോശമായിട്ട് സംസാരിച്ച അമ്മമാരൊക്കെ ഉണ്ട്. അതാരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിച്ച അമ്മമാരുണ്ട്. മോശത്തരം മോശമായ രീതിയിലാണ് നമ്മൾ ഫോൺ വിളിക്കണമെന്നൊക്കെ ഉള്ള അവർക്കറിയത്തില്ലല്ലോ ആരാ എന്താന്ന്. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ അന്നേരം കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പിന്നെ അവരെ ബോധമില്ലായ്മ കൊണ്ടാണല്ലോ എന്നോർത്ത് ഞാനല്ല, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യണ മിക്കവാറും എല്ലാവരും ഒക്കെ അതൊക്കെ സഹിക്കുന്നവരാണ്. അത് ആദ്യമേ വീട്ടുകാർ നമ്മളോട് പറയും, അമ്മ എന്തെങ്കിലും പറയും, അത് ക്ഷമിക്കണം എന്ന് പറയും. അത് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കണത്. അപ്പം ഇവിടെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴും, ഞാനിവിടെ വരുന്നതിൻ്റെ തലേദിവസം വിളിച്ച് സംസാരിച്ച് വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അമ്മ ദേഷ്യപ്പെടും, ചിലപ്പോൾ അമ്മ നന്നായിട്ട് ദേഷ്യമൊക്കെ പെടുമൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞതൊന്നും സാരമില്ല, അതൊന്നും സാരമില്ല. അവർ ദേഷ്യപ്പെടുന്നതോ അവർ നമ്മളെ വല്ലതും പറയുന്നതോ നമുക്ക് പ്രശ്നമില്ല. എന്നുവെച്ചാൽ അവർ ഒത്തിരി പ്രായമായി ഒരവസ്ഥയിൽ കിടക്കുന്നവരാണ്, അല്ലേ? ഒരവസ്ഥയിൽ കിടക്കുന്നവരാണ്. അവരെന്ത് പറഞ്ഞാലും നമുക്കത് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തിരിച്ചങ്ങനെ തന്നെയാണ് അതിനോട് മറുപടി പറഞ്ഞത്. അവർ പറയണ എന്തും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എനിക്കല്ല, നമ്മൾ ജോലി ചെയ്യണോ ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ അതൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇത്ര ബോധാവസ്ഥയിൽ കിടക്കണ ഒരാൾ നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമാക്കി എടുക്കുന്ന ഒരു മനുഷ്യരല്ലെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും സാരമില്ല, അതൊക്കെ ഓർമ്മയില്ലാതെ പറയണേയില്ലേ, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുമൊന്നും തോന്നരുത്, അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല. അപ്പം തിരിച്ചൊരു മറുപടി ഞാൻ പറഞ്ഞു, അമ്മ പറയുന്നതോ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല. ബോധമുള്ളവർ നമ്മളൊന്നും പറയാതിരുന്നാൽ മതി. എന്നുവെച്ചാൽ നമ്മുടെ ബോധമുള്ളവരെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ബോധമുള്ളവർ നമ്മളോട് മോശമായിട്ട് പെരുമാറാതിരുന്നാൽ മതി എന്ന് ഞാൻ ഇത്രയും പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് തോന്നും അവർ മാത്രമേ പെരുമാറുള്ളൂ, നിങ്ങൾ പെരുമാറത്തില്ലേ? അവരുടെ പെരുമാറ്റം കാണുമ്പോഴാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മളുടെ അടുത്ത് മാനമായ രീതിയിൽ സ്നേഹമായിട്ട് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും പ്രയാസങ്ങളും വിഷമങ്ങളും മാനസിക പ്രശ്നങ്ങളും അപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്, അല്ലേ? ഇന്ന് ഞങ്ങളെ പോലെയുള്ള ഓഫീസുകളിൽ ഇതുപോലെ ജോലിക്ക് പോണവരെ ചില വീട്ടുകാർ പറയുന്നത് എന്താണ്, ഒരു അസുഖവും ഇല്ലാത്തവരെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ വീട്ടിൽ വിടണേ. ഓഫീസുകളിൽ പറയണത് എങ്ങനെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമല്ല, ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ വിടണേന്നാണ് പറഞ്ഞ് അവർ ആളിനെ എടുക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ശാരീരികമായിട്ട് പ്രശ്നമില്ലാത്ത ഇന്ന് ആർക്കാണ്? എൻ്റെ ചോദ്യം തെറ്റാണെങ്കിൽ ശരിയാവോ തെറ്റോ എന്തായാലും നിങ്ങൾക്ക് അതിന് അഭിപ്രായം പറയാം. ശാരീരികമായിട്ട് ഇന്ന് നമ്മൾ എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ വീട്ടിലും എല്ലാ മനുഷ്യർക്കും അസുഖങ്ങളാണ്. നിപ്പിലാണ് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പം അസുഖങ്ങളില്ലാത്തവരെ വിടണമെന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഒരിതുള്ളത്? ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തെ അസുഖങ്ങൾ വരാം, അല്ലേ? അതിനേക്കാളും നല്ലത് ശരീരത്തിൽ വരുന്ന അസുഖങ്ങൾ നമ്മൾക്ക് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുമോ? ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? ഉടയതമ്പുരാനല്ലാതെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ പറയണ വീട്ടുകാരൊക്കെ ഒരു വിഭാഗക്കാരങ്ങനെ പറയും. പിന്നെ ഞാൻ അത് നേരെ തിരിച്ച് പറയുകയാണ്. ഈ അസുഖമില്ലാത്തവരെ വിടണേ എന്ന് പറയുന്നേക്കാളും നല്ലത് നല്ല സ്വഭാവമുള്ളവരെ വീട്ടിലോട്ട് വിടണം എന്ന് വേണം പറയാൻ. നല്ല സ്വഭാവമുള്ളവരെ വീട്ടിലോട്ട് നിങ്ങൾ അയക്കണേ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലേ? അപ്പം ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. ഇനി ആർക്കും മനസ്സിലായില്ല, ഞാൻ എന്താ പറയണേ എന്താണെന്നൊന്നും ആരും വിചാരിക്കരുത്. അപ്പം ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് അമ്മമാർ, ഏറെക്കുറെ ഒരു 10
10 ഇപ്പം ഈ 3-4 വർഷമായിട്ടുള്ളൂ ഞാൻ ജോലിക്ക് ഇങ്ങനെ നോക്കാൻ ഇറങ്ങി തുടങ്ങിയിട്ട്. ഇത്ര വർഷങ്ങളും ഉണ്ട്. ഒരു 10-50 പേരെങ്കിലും ഞാൻ നോക്കിയിട്ടുണ്ട്. 50 പേരെങ്കിലും ഞാനിപ്പോൾ നോക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരമ്മയായിരുന്നു ഇത്. വ്യത്യസ്തമായ ഒരമ്മയാണ് എന്ന് തന്നെ ഞാൻ പറയും. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ആ അമ്മയുടെ അമ്മയും അതുപോലെ അമ്മയ്ക്ക് ഓർമ്മയില്ല, എന്നാലും ആ ഓർമ്മയില്ലെങ്കിൽ പോലും ആ മോളെ എന്നുള്ള വിളി. ഞാൻ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ബോധക്കുറവുണ്ട്, എന്നാലും ആഹാരമൊന്നും കഴിക്കത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. ഒരമ്മയുടെ സ്നേഹം പോലെ എനിക്ക് തോന്നി. ഒരമ്മയുടെ ഒരു സ്നേഹം. നമ്മളെന്തും അമ്മ ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ചിരിയായിരിക്കും. അങ്ങനത്തെ ഒരു ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കരയുകയും ചെയ്യും, കരയുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് അമ്മയ്ക്ക്. അപ്പം ഞാൻ ഇടയ്ക്ക് ചെന്നിട്ട് ചോദിക്കും, ഞാൻ ചോദിക്കും എന്തും അമ്മയെ കരയുന്നത് അല്ലെങ്കിൽ എന്തും അമ്മ ചിരിക്കുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ലടാ എന്ന് പറയുന്ന ആ ഒരു പറച്ചിലുണ്ടല്ലോ, അതെൻ്റെ ഹൃദയത്തിൽ, സത്യം പറഞ്ഞു എൻ്റെ ഹൃദയത്തിലങ്ങ് ഭയങ്കരമായിട്ട് തറച്ച ഒരു വാക്ക്, ഒരു വിളിയല്ല, ഒരു മറുപടിയായിരുന്നു അത്. ഒന്നുമില്ലടാ. അത് അമ്മയുടെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല കിളി പോലത്തെ സൗണ്ടാണ്, നല്ല സ്വരമാണ്. അല്ല നമ്മളെയൊക്കെ പോലെ പരപരായിരിക്കണം അങ്ങനെയല്ല. ആ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു സുഖമെന്നോ എന്തോ അതിന് പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നല്ലൊരു സൗണ്ടാണ് അമ്മയുടെ. ഒന്നുമില്ലടാന്ന് സത്യം എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്കാണത്. അമ്മ ഏത് ഓർമ്മയിലും ആയിക്കോട്ടെ, ഓർമ്മ ഉണ്ടോ ഇല്ലയോ അതൊന്നുമല്ല, പക്ഷെ എന്തും അമ്മയമ്മ കരയുന്ന അല്ലെങ്കിൽ എന്തും അമ്മയമ്മ ചിരിക്കുന്നതൊന്നുമില്ലടാ എന്ന് പറയുന്ന എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എത്ര നാളൊക്കെ ഞാൻ ജോലി ചെയ്തു, ഇത്രയും നാളും ഞാൻ ചെയ്തു, പല അമ്മമാരെയും നോക്കി. പക്ഷെ ഇതും എനിക്ക് ഹൃദയത്തിൽ തട്ടിയത് ഇത് മാത്രമാണ് സത്യം പറഞ്ഞാൽ. മറ്റേ നമ്മൾ നോക്കും, നമ്മൾ അവരോട് സംസാരിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ ഈ ഒരു അമ്മയുടെ ആ ഒരു ഭാവവും ആ ഒരു നോട്ടവും ഒക്കെ കാണാനൊക്കെ നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തിട്ട് നല്ല സുന്ദരി തന്നെയാണ്. അമ്മയുടെ ആ ഒരു മറുപടിയുടെ മുമ്പിൽ സത്യം എൻ്റെ ഹൃദയം, എൻ്റെ അമ്മ ചോദിക്കുന്നതിനേക്കാളും ഒരു ലോലമായിട്ട് നല്ല എന്താ പറയുക, നമ്മളെ അലിഞ്ഞു പോകത്തില്ലേ എന്നൊക്കെ പറയൂലേ, അതുപോലെ ഒന്നുമില്ലടാ എന്ന് പറയുന്നത്. എനിക്കത് എങ്ങനെ പറഞ്ഞ് നിങ്ങളോട് ഫലിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് ആ അമ്മയുടെ ഒരു അങ്ങനത്തെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളൊരമ്മയായിരുന്നു. നല്ലവരെ നമുക്ക് കൂടുതൽ നാൾ നോക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ നല്ലവരെ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നും പറഞ്ഞതല്ല, അത്രയ്ക്ക് നമുക്ക് മാനസികമായിട്ടൊരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. എല്ലാവരോടും അത് തോന്നൂല എന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും. എല്ലാവരോടും നമ്മൾ ജോലി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ജോലി മാത്രമല്ല, ജോലി മാത്രമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരോടും നമുക്കിപ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും സ്നേഹം തോന്നണമെന്നില്ല, ആത്മാർത്ഥത തോന്നും. ആത്മാർത്ഥതയായിട്ട് നമ്മൾ ജോലി ചെയ്യും. പക്ഷെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹമുണ്ട്, അത് നമുക്ക് എല്ലാവരോടും ഒന്നും തോന്നൂല. പക്ഷെ മുമ്പ് ഞാൻ അമ്മമാരെ ഒരുപാട് നോക്കിയിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇതുപോലെ വിഷമമുള്ള ഒരു അമ്മയെ ഞാൻ ഒരു വർഷത്തോളം നോക്കിയതാണ്. ആ അമ്മ നടക്കുന്ന അമ്മയാണ്. പക്ഷെ അതും ഏകദേശം ഇതേപോലെയൊക്കെയാണ്. അവരെ മക്കളെയാണ് അവർ നമ്മളിലൂടെ കാണുന്നത്. ഞാൻ ചെന്ന് ഈ അമ്മയുടെ അടുത്ത് ഈ അമ്മയ്ക്കും എൻ്റെ കൂട്ട് എന്നെപ്പോലെയൊക്കെ ഇരിക്കും അമ്മയുടെ മക്കളെയൊക്കെ, ചിലപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അവർ. അപ്പം ആ അമ്മ അവരെ മക്കളെയാണ് എന്നിലൂടെ അവർ കണ്ടത്. ഞാൻ നിൽക്കുമ്പോൾ അവരെ മക്കൾ നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്.
ആ ഒരു ഇത് വെച്ചിട്ടാണ് അമ്മ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയാം, അപ്പം ആ അമ്മയുടെ ഒരു സ്നേഹം അങ്ങനെയാണ്, അമ്മയുടെ സ്നേഹം അതുപോലെയാണ്. അപ്പം അതിലേക്കാളും ഉപരിയാണ് അവരുടെ മക്കൾ. സത്യം പറഞ്ഞാൽ എത്രയെടുത്ത് നിന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഈ 4 വർഷം കൊണ്ട് ഒരുപാടടുത്ത് ഞാൻ നിന്ന് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ അവരിൽ നിന്നൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ കൂട്ട് ജോലി ചെയ്യണം ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റൂല. നല്ലതെന്ന് തന്നെ നമുക്ക് പറയണം. അപ്പോൾ ഒരുപാടടുത്ത് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും സമാധാനമായിട്ട് കുടിക്കാൻ പറ്റാത്ത എത്ര ഇടമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ എനിക്കറിയില്ല, അവരൊക്കെ എന്നെ ഒരു നല്ല ഒരു സ്വീകരണം തന്നെയാണ് എനിക്കവിടെ കിട്ടിയത്. നല്ലൊരു സ്വീകരണം തന്നെയാണ് എനിക്കവിടെ കിട്ടിയത്. ഇത് ഈ അടുത്ത സമയത്തൊന്നും എനിക്കിങ്ങനെ ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാൻ എത്ര നാൾ അവിടെ നിൽക്കാൻ പാടുള്ളൂമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് 1 മാസം പോലും ഫുള്ളായി എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. ഒന്നും തന്നും മേടിച്ചു അല്ല നമ്മളൊരു മനുഷ്യനോട് ഒരു മനുഷ്യനെ ഇതാക്കേണ്ടത്. എനിക്ക് കുറച്ച് പൈസ കൂടുതൽ അവർ തന്നോ അല്ലെങ്കിൽ കുറച്ച് തന്നോ അതൊന്നുമല്ല. അവരുടെ ഇടപെടൽ, ആ മക്കളുടെ ഒരു ഇടപെടൽ, മരുമക്കളുടെ ഒരു ഇടപെടൽ, ആ കൊച്ചുമക്കളുടെ ഒരു ഇടപെടൽ, എല്ലാ കുഞ്ഞുങ്ങളും 10, 20, 25, 26, 27 വയസ്സുകളുള്ള മക്കളുകളാണ്, കൊച്ചുമക്കളുകൾ, അമ്മയുടെ കൊച്ചുമക്കൾ, എൻ്റെയൊക്കെ മോൻ്റെയൊക്കെ പ്രായം ഉള്ള കുട്ടികളാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി കൂടെ താഴെയുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ തന്നെ ഒരു സ്നേഹവും, അതുപോലെ തന്നെ ആ അമ്മയുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാർ, ആ ചേച്ചിമാരുടെ ആ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അമ്മയുടെ മക്കൾക്കൊക്കെ എല്ലാം 10-50 വയസ്സ് വീതമൊക്കെ ഉള്ള മക്കളുകളാണ് എല്ലാവരും. അപ്പോൾ അവരുടെ ആ ചേച്ചിമാരുടെ ഭർത്താക്കന്മാരായാലും ചേച്ചിമാരായാലും അവർ ഫസ്റ്റിൽ അവിടെ ചോറ് എല്ലാവർക്കും എന്നെയാണ് അവർ ആദ്യം വിളിക്കുന്നത്. ഞാൻ വിശന്ന് അവരൊക്കെ ഇച്ചിരി വൈകിയേ കഴിക്കത്തുള്ളൂ, അപ്പം ശരിയാ കഴിക്കുക എന്നും പറഞ്ഞ് എൻ്റെ പുറകെ എല്ലാവരും നടക്കും. സത്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ പുറകെ എല്ലാവരും നടക്കും, കഴിക്കുന്നു. അപ്പം ഞാൻ പറയും, അയ്യോ ഞാനാണോ ആദ്യം കഴിക്കേണ്ടത്, നിങ്ങളെല്ലാവരും കഴിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയും. ചിലപ്പോൾ അവർ വൈകുവാണെങ്കിൽ ഞാൻ അപ്പോൾ എനിക്ക് തന്നേക്കാൻ പറയും, തരും. അങ്ങനെ അല്ലാതെ എത്ര അടുത്ത് അവർ കഴിച്ചിട്ടിട്ട് വേണം വേസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും കഴിച്ച് ബാക്കി വന്ന് ആ മേശപ്പുറത്തിരുന്ന് അത് തണുത്ത് കാറ്റ് അടിച്ച് തുറന്നിരുന്ന് പിന്നെ അതെടുത്ത് പുറത്ത് അടുക്കളയിൽ കൊണ്ട് വെക്കുമ്പോഴാണ് നമ്മൾ പോയി വിളമ്പി കഴിക്കുന്നത്. ചിലപ്പം വിളമ്പി തരും. അത് എത്ര നേരം കുത്തിയിരിക്കണമെന്നറിയാവോ? ഒരു നേരം ആഹാരം തരാനെ കൊണ്ട് എത്ര നേരം നമ്മളവിടെ ചെന്നിരിക്കണം, എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നാലാണ് നമുക്ക് ആഹാരം കൊണ്ടു തരുന്നത്. പക്ഷെ ഇതൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാവരും അറിയണം. അതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എല്ലാവരും അറിയണം. ആ മക്കളായാലും ആ അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ. ആ ചേട്ടൻ്റെയൊക്കെ എന്ത് സ്നേഹമാണെന്നറിയാവോ? അടുത്ത് ചെല്ലുമ്പം നമ്മൾ കൊള്ളൂല, അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാൻ കൊള്ളൂല, നമ്മളോട് മിണ്ടാൻ കൊള്ളൂല. എന്തോ ഒരു എന്തോ ഒരു കാണ്ടാമൃഗ ജീവിയെ കാണത്തില്ലേ, ഇഷ്ടമില്ലാത്തൊരു ജീവിയെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കുമോ നമ്മുടെ മുഖഭാവവും ഒക്കെ പോകുന്നത്. അതുപോലെ ആയിരിക്കും ചില വീട്ടിലെ പുരുഷന്മാരായാലും ശരി, സ്ത്രീകളായാലും നമ്മളോട് കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ മുഖം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മളോട് എന്തോരം സ്നേഹമോ ആത്മാർത്ഥതയോ, അവരുടെയൊക്കെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാവും. നല്ല ഒരു കുടുംബത്തിലെ ആണ് നമ്മൾ ഇങ്ങോട്ട് കയറി ചെല്ലണമെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ ചിരിച്ച മുഖത്തോടെ നിൽക്കും. അല്ലെങ്കിൽ പുരുഷന്മാർ ആയാലും സ്ത്രീകളായാലും നമ്മളോട് ചിരിച്ച മുഖത്തോടെ ആയിരിക്കും നമ്മളൊരു ഫസ്റ്റിലൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവർ നമ്മളോട് സഹകരിക്കുന്നത്. ഇവിടെ ചിലയിടത്ത് പക്ഷേ ഇവിടെ അന്നേരം ഞാൻ ചെന്നപ്പോൾ അമ്മയുടെ മരുമകൾ മാത്രമേ ഉള്ളായിരുന്നു.
അപ്പം നല്ല ഒരു എനിക്ക് അവരുടെ ആ ഫസ്റ്റിലത്തെ അവരുടെ ആ രീതി ചിരി ആ വാതിക്കൽ നിന്ന് അവരുടെ ആ ചിരിയും എന്നെ അവർ സ്വീകരിച്ച രീതിയും കണ്ടപ്പോഴേ എനിക്ക് അവരുടെ രീതികളും സ്വഭാവവും നമുക്ക് മനസ്സിലായി. അത് കണ്ടെൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പം തന്നെ എനിക്ക് അവരുടെ രീതി, അപ്പം തന്നെ എനിക്ക് അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലായി. ആ ഒരു സെക്കൻഡ് ഞാൻ അവിടെ ഓട്ടോയിൽ ചെന്നിറക്കിയപ്പോൾ അവരെന്നെ സ്വീകരിച്ചുകൊണ്ട് പോയ ഒരു ഇത് കണ്ടപ്പോഴേ എനിക്ക് അവരെ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. പക്ഷേ ഈ 22 ദിവസവും ഞാൻ അവിടെ നിന്നത് വളരെ ഹാപ്പി ആയിട്ടും വളരെ സന്തോഷമായിട്ടും ഞാൻ ഒരു രീതിയിലും മാനസികമായിട്ടോ ഒന്നും എനിക്കില്ലായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവരത്രയ്ക്ക് നന്നായിട്ട് തന്നെ എന്നെ അവർ അവിടെ കണ്ടിരുന്നത്. അല്ലാതെ വേറൊരു രീതിയിലുമല്ല. അതെനിക്ക് പറയാൻ വാക്കുകളില്ല അവരെക്കുറിച്ച്. അവരെ ആരായാലും അമ്മയുടെ അമ്മ ഓർമ്മയില്ല കിടക്കണമെന്നല്ല, അമ്മയിൽ നിന്നും തുടങ്ങാം. അമ്മയുടെ വിളിയും സംസാരവും. പിന്നെ മക്കൾ 3 ചേച്ചിമാർ, ഒരു ചേട്ടൻ ഞാൻ ചെന്ന് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞാണ് ചേട്ടൻ വരുന്നത്. ആ ചേട്ടൻ പിന്നെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാർ, ആ ചേട്ടന്മാരായാലും അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു മൂത്ത ചേട്ടന് വില്ലേജ് ഓഫീസിലെ ജോലിയായിരുന്നു, വില്ലേജ് ഓഫീസർ ആയിരുന്നു പുള്ളി. എനിക്ക് പിന്നെ എന്താണ് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിലൊഴിച്ച് സ്പൂണും ഇട്ട് ഞാൻ ഇരിക്കണ എൻ്റെ റൂമിൽ കൊണ്ട് തന്ന ആളാണ്. എൻ്റെ റൂമിൽ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് തന്നു. അതുപോലെ എല്ലാവരും, ആ ചേച്ചിമാരായാലും ശരി, അവിടുത്തെ മരുമോളായാലും ശരി, ആ ചേട്ടനായാലും ശരി, അമ്മയുടെ മോൻ, ആ ചേട്ടനായാലും മറ്റേ അവരുടെ ഭർത്താക്കന്മാർ എല്ലാവരും, കൊച്ചുമക്കളായാലും എന്തോരം സ്നേഹമാണ്. ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഈ 10-20 വയസ്സുള്ള നല്ല കുഞ്ഞുങ്ങളും ഉണ്ടെന്നൊക്കെ ഉള്ള തെളിവുകളാണ് അവിടെയൊക്കെ ചെന്നപ്പോൾ ഞാൻ കണ്ടത്. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണമെന്ന് അറിഞ്ഞുകൂടാ. അവരെക്കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. ഒരിക്കലും ഞാൻ അവരെ മറക്കത്തുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു, സത്യം പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിന് സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ എത്ര ദിവസം കഴിച്ച ആഹാരത്തിനും വെള്ളത്തിനും നല്ല സമാധാനമായിരുന്നു. പക്ഷെ അതെനിക്ക് ഒരുപാട് നാൾ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതാണ് എൻ്റെ സങ്കടം. നല്ലവരെ അധികം നാൾ ദൈവം വെച്ചേക്കില്ലെന്ന് പറയണത് സത്യം തന്നെ. അപ്പം ഇതൊക്കെ പറയാനെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പം നല്ലതെന്ന് എന്നെ പറയണം, അല്ലേ? നല്ലത് എന്ന് എന്നെ പറയണം. അപ്പം അത് പറയാനെ കൊണ്ടാണ് വന്നത്. ദൈവം ഇനി അങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്നും എനിക്കറിയത്തില്ല. ഇപ്പോഴേ ടെൻഷനുണ്ട്. നല്ലത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. എന്ന് വെച്ചാൽ 2024 ഞാൻ അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല. ഞാൻ അത്രയ്ക്ക് അനുഭവിച്ച് 2024 എൻ്റെ ഇത്ര വർഷത്തിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. 2024 അതുകൊണ്ടായിരിക്കും 2025 എനിക്ക് എൻ്റെ ജോലിയിൽ ഞാൻ ചെയ്തതൊക്കെ നല്ലത് തന്നെ. ഓർമ്മയിൽ അവിടെ വിളിച്ചുകൊണ്ട് ഒരമ്മയെ നോക്കി രാത്രിയും പകലും എല്ലാം വിളിച്ചു നോക്കലായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്നതിനോ നിൽക്കുന്നതിനോ ഒന്നും അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ എനിക്ക് വലിയ കുഴപ്പമില്ല, നല്ല സമാധാനവും. ഈ രണ്ടിടത്തൊന്നും എനിക്ക് നല്ല ആൾക്കാരുടെ പെരുമാറ്റം ഇപ്പോൾ പോയിടത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ നല്ല ഒരു സ്വീകരണം തന്നെ. സ്വീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ മാലയും ബൊക്കയൊന്നും എടുത്ത് തരേണ്ട സ്വീകരണമല്ല. അവരുടെ ആ രീതി, ഒരു മനുഷ്യരോട്, പാവങ്ങളോട്, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ജോലിക്കാരോട്, അല്ലെങ്കിൽ അവരമ്മയും അച്ഛനെയും നോക്കാൻ വരുന്ന ഒരാളിനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2024 ഞാൻ അനുഭവിച്ചത് അത്രയ്ക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഞാൻ ഒരേയിടത്തു നിന്ന് അനുഭവിച്ചു. അതുകൊണ്ടായിരിക്കും ഈ വർഷം ദൈവം എനിക്ക് തന്നത് രണ്ടും നല്ലതാണ്. ഇനി എനിക്ക് അടുത്ത ജോലിയിൽ 1-ാം തീയതിക്ക് കയറണം. 1-ാം തീയതി 2-ാം തീയതി അറിയില്ല, കയറണം. അപ്പം ഇനി എങ്ങനെയാണോ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ടെൻഷനുണ്ട്. എന്തായാലും ദൈവം നല്ലത് തരുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ്. അപ്പം ഇത്രയും പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് സന്തോഷമുള്ളതുകൊണ്ടാണ് കരഞ്ഞത് കേട്ടോ. അല്ലാതെ ആരുടെയും മുമ്പിൽ കരഞ്ഞു കാണിക്കണമെന്നൊന്നും
വെച്ചോണ്ടല്ല ഞാൻ വന്ന്, പറഞ്ഞപ്പോൾ അങ്ങ് കരഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.